നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കാടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഈ പല ഓഡിറ്റോറിയം ഉടമകളും നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കുള്ള ചെയർ വാങ്ങുമ്പോൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളും, അതുപോലെ അത് നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ചെയർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പലരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ലഭ്യത, അവൈലബിലിറ്റി ഇതൊക്കെ മാത്രം നോക്കിയിട്ടാണ് പലരും ചെയർ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നമ്മൾ ചെയർ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു ഓഡിറ്റോറിയത്തിന് വേണ്ടി ചെയർ തിരഞ്ഞെടുക്കുമ്പോൾ അത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത് അതിൻ്റെ ലുക്ക്, പിന്നെ അതിലെ കംഫേർട്ട്, പിന്നെ അതിൻ്റെ ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ ചെയർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ചെയർ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫ്ലോറിൻ്റെ കളർ, ഓഡിറ്റോറിയത്തിൻ്റെ ഫ്ലോറിൻ്റെ കളറ്, പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ വാൾ കളർ, ചുമരിൻ്റെ കളറുകൾ, പിന്നെ റൂഫിങ്ങും ലൈറ്റിങ്ങും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ അതുപോലെ ഹാളിൻ്റെ വലുപ്പം, പിന്നെ അതുപോലെ ഹാളിൻ്റെ ടോട്ടൽ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ശരിയായ ഒരു പ്ലാസ്റ്റിക് ചെയർ, ആ ഓഡിറ്റോറിയത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെയർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ഫ്ലോറിൻ്റെ കളറ് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യം ഫ്ലോറിൻ്റെ കളർ നോക്കാം. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ കളറ് പിന്നെ നമുക്ക് ബ്ലാക്ക്, അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണ്, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ, ഇങ്ങനെയുള്ള കളറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിയുന്നതും അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡാർക്ക് ചെയറുകൾ നമ്മൾ ഒഴിവാക്കണം. ഈ ഫ്ലോറിൻ്റെ കളർ ഡാർക്ക് ആണെങ്കിൽ ചെയറിൻ്റെ കളറും നമ്മൾ ഡാർക്കാവുന്ന ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലൈറ്റ് കളറുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലൈറ്റ് ഗ്രേ ഉപയോഗിക്കാം, നമുക്ക് ബേജ് കളർ ഉപയോഗിക്കാം, പിന്നെ ഓഫ് വൈറ്റ് കളറുകൾ ഒക്കെ ഉപയോഗിക്കാം, ഫ്ലോറിൻ്റെ കളർ ഡാർക്ക് ആണെങ്കിൽ. പിന്നെ ഈ ലൈറ്റ് ചെയർ ആണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈറ്റ് കളറിൽ നമ്മൾ ചെയർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ ഹാളിൽ കൂടുതൽ ഒരു വെളിച്ചം തോന്നിക്കും, പിന്നെ ഒരു പ്രീമിയം ലുക്കും കിട്ടും. അതായത് ബ്ലാക്ക് ഫ്ലോറൊക്കെയുള്ള ഓഡിറ്റോറിയം ആണെങ്കിൽ. പിന്നെ ഫ്ലോറിന് ലൈറ്റ് കളറുകളാണെങ്കിൽ, ഇനി നേരെ തിരിച്ച് ഫ്ലോറിന് ലൈറ്റ് കളറാണെങ്കിൽ, ഇപ്പോൾ വൈറ്റ്, അല്ലെങ്കിൽ ക്രീം കളറ്, അല്ലെങ്കിൽ ലൈറ്റ് മാർബിളിൻ്റെ കളറ്, ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് വൈറ്റ് ആയിട്ടുള്ള ചെയറുകൾ എടുക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വൈറ്റ് കളറിലെ ചെയർ എടുക്കരുത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മീഡിയം കളറുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മീഡിയം കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഫി ബ്രൗൺ, ഗ്രേ എടുക്കാം, നമുക്ക് കോഫി ബ്രൗൺ എടുക്കാം, പിന്നെ ലൈറ്റ് ബ്രൗണ്, ഇങ്ങനെയുള്ള കളറുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൾ വൈറ്റ് ലുക്ക് ഉണ്ടാവും. ടോട്ടൽ വൈറ്റ് ആണെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ ഹാളിന് ഒരു വൈറ്റ് ലുക്കാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻ കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും കറകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഓക്കെ. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ഫ്ലോറും ചെയറും തമ്മിലുള്ള ഈ കോൺട്രാസ്റ്റ്, ആ ഒരു വ്യത്യാസമുണ്ടല്ലോ, കോൺട്രാസ്റ്റ്, അതാണ് ശരിക്കും എന്താ വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വാളിൻ്റെ കളർ നോക്കാം. ചുമരിൻ്റെ കളറുകൾ എങ്ങനെയൊക്കെയാണ്, അതിന് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ചെയറുകളാണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വാളിൻ്റെ കളർ ബ്രൈറ്റ് കളറാണെങ്കിൽ, അതായത് മഞ്ഞ, നീല, പീച്ച് കളറ്, പിന്നെ ലൈറ്റ് ഗ്രീൻ കളറ്, ഇതൊക്കെ ആണെങ്കിൽ ഈ വാളിൻ്റെ കളറ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂട്രൽ കളറുകളുള്ള ചെയറാണ് എടുക്കേണ്ടത്. ന്യൂട്രൽ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേ, ബീജ്, ബ്രൗൺ, ഇങ്ങനെയുള്ള കളറുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ വാളിൻ്റെ കളറ് ബ്രൈറ്റ് ആണെങ്കിൽ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണിന് ഒരു ബാലൻസ് കൊടുക്കും. നമ്മളെ കാഴ്ചക്കാരുടെ കണ്ണിന് നല്ലൊരു ബാലൻസ് കൊടുക്കും. ഇനി അതുപോലെ തന്നെ വാൾ കളറ് ന്യൂട്രൽ ആണെങ്കിൽ, ആദ്യം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് ആണെന്ന് പറഞ്ഞത്. ഇനി ന്യൂട്രൽ കളറാണെങ്കിൽ, അതായത് ന്യൂട്രൽ കളർ എന്ന് വെച്ചാൽ വൈറ്റ്, അതുപോലെ ക്രീം, പിന്നെ ലൈറ്റ് ഗ്രേ, ഇങ്ങനെയുള്ള കളറുകളൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കായ കളറുകളാണ് ഏറ്റവും ബെസ്റ്റ്. ഡാർക്കായുള്ള കളറുകളാണ് ബെസ്റ്റ്. ചെയറിന് നമ്മൾ ഡാർക്ക് കളർ ആണ് ബെസ്റ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഹാളിന് ഒരു ഡെപ്ത്ത് കിട്ടും, ഒരു ഡെപ്ത്തും എലിഗൻസും ഒക്കെ കിട്ടും. പിന്നെ ഇതിൽ നമ്മൾ ഗോൾഡൻ റൂൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാളും ചെയറും തമ്മിൽ ഒരു മത്സരം വരരുത്. അതായത് ഒന്നിനെ മറ്റൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം
നമ്മളിത് ചെയ്യേണ്ടത്. ഒന്നിനെ മറ്റൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ റൂഫിംഗ് ലൈറ്റിങ്ങിനും പലരും ഇതൊക്കെ എന്ന് വെച്ചാൽ പിന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂഫിങ്ങും ലൈറ്റിങ്ങും. മേലെയുള്ള റൂഫിങ്ങിൻ്റെ അതുപോലെ ലൈറ്റിങ് ഇതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഈ മെറ്റൽ അല്ലെങ്കിൽ ഷീറ്റ് റൂഫിംഗ് ഒക്കെ ഉള്ള ഹാളുകളാണെങ്കിൽ, മെറ്റലിൻ്റെ ഹാൾ അല്ലെങ്കിൽ ഷീറ്റ് റൂഫിംഗ് ഒക്കെ ഉള്ള ഹാളുകളാണെങ്കിൽ പിന്നെ അങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക്, ഡാർക്ക് മറൂൺ പോലുള്ള ഡാർക്ക് ചെയറുകൾ ഒഴിവാക്കുക. ഇങ്ങനെ അതായത് മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഷീറ്റിൻ്റെയോ റൂഫുള്ള ഹാളാണെങ്കിൽ ബ്ലാക്ക് കളർ ഒഴിവാക്കണം. ഡാർക്ക് മറൂൺ പോലെയുള്ള കളറുകൾ ഒക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഡാർക്ക് കളർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇതിൻ്റെ ഡാർക്കിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ചൂടിനെ കൂടുതൽ ആഗിരണം ചെയ്യുന്ന ഒരു സംഭവമാണ്. കൂടുതൽ ചൂട് തോന്നിക്കും നമുക്ക് ഹാളിൽ. പിന്നെ ലോ സീലിംഗ്, ഉയരം കുറഞ്ഞ സീലിംഗ് ആണ്. അതുപോലെ നമുക്ക് ട്യൂബ് ലൈറ്റുകളാണെങ്കിൽ അങ്ങനെയുള്ള ട്യൂബ് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ലൈറ്റ് കളറാണ് ഏറ്റവും ബെസ്റ്റ്. ലൈറ്റ് കളർ അപ്പോൾ ലൈറ്റ് കളർ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഹാളിന് നല്ലൊരു വലിപ്പം തോന്നിക്കും. അത് റൂഫിങ് ലോ ആയിട്ടുള്ള റൂഫിംഗ് ആണ്. പിന്നെ ട്യൂബ് ലൈറ്റുകളൊക്കെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കളറിലുള്ള ചെയറുകളാണ് നല്ലത്. അപ്പോൾ ഹാളിന് നല്ലൊരു വലിപ്പം തോന്നിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാളിൻ്റെ വലുപ്പം, ഹാളിൻ്റെ വലുപ്പം നമ്മൾ നോക്കണം. ഈ ചെയർ സെലക്ട് ചെയ്യുമ്പോൾ ഹാളിൻ്റെ വലുപ്പം നോക്കണം. അപ്പോൾ ഏറ്റവും ചെറുതും മീഡിയം ഒക്കെ ആയിട്ടുള്ള ഹാളുകളാണെങ്കിൽ ഏറ്റവും കനം കൂടിയതായിട്ടുള്ള ചെയറുകൾ നമ്മൾ ഒഴിവാക്കണം. വളരെ വലുപ്പമുള്ളതും കട്ടി കൂടിയതായിട്ടുള്ള ചെയറുകൾ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള അട്ടിക്ക് വയ്ക്കാൻ പറ്റുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറുതരം ചെയറുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്കിംഗ് സ്പേസ്, നടക്കാനുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള വാക്കിംഗ് സ്പേസ് ഒക്കെ കൂടുതൽ കിട്ടും. പിന്നെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ വളരെ ഈസി ആവും. ഓക്കെ, അത് ചെറിയതും മീഡിയവും ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി വലിയ ഓഡിറ്റോറിയം ആണെങ്കിൽ എപ്പോഴും ഒരു കളറുള്ള ചെയറുകൾ മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒറ്റ കളറുള്ള ചെയർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മിക്സഡ് കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ഭംഗി കിട്ടില്ല. മിക്സഡ് കളർ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഈ ഒറ്റ കളറിലെ ആണെങ്കിൽ, യൂണിഫോം കളറാണെങ്കിൽ എപ്പോഴും നമുക്ക് ഹാളിന് ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ഉപയോഗം, ഇനി ലാസ്റ്റിൽ നമുക്ക് പറയാനുള്ള ഉപയോഗം, അതുപോലെ അതിൻ്റെ ആംബിയൻസ്, നമ്മളുടെ ഹാൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അതിൻ്റെ ആംബിയൻസ് എങ്ങനെയുള്ളതാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ചും നമ്മൾ ചെയറിൻ്റെ ക്വാളിറ്റി, ചെയറിൻ്റെ ഘടന നമ്മൾ മാറ്റണം. അപ്പോൾ അത് ഒരു പ്രയറിന്, അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ആണെങ്കിൽ അവിടെ ഏറ്റവും ശാന്തമായിട്ടുള്ള കളറുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ബീച്ച് കളറുകൾ, ബ്രൗൺ കളറുകൾ, ഗ്രേ കളറുകൾ ഇതൊക്കെ ഉപയോഗിക്കാം പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ, അതുപോലെ കമ്മ്യൂണിറ്റി ഹാളൊക്കെ ആണെങ്കിൽ. പിന്നെ അതുപോലെ സെമിനാറുകളും കലാപരിപാടികളൊക്കെ നടക്കുന്ന ഹാളുകളാണെങ്കിൽ അവിടെ നമുക്ക് പ്രൊഫഷണൽ കളറുകളാണ് നല്ലത്. ഗ്രേ അല്ലെങ്കിൽ ഡാർക്ക് ബേജ് കളറുകളാണ് നല്ലത് സെമിനാറുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ. പിന്നെ ഇനി വിവാഹം, അതുപോലെ മൾട്ടിപർപ്പസ് ഹാൾ, വിവാഹത്തിനും അതുപോലെ മറ്റ് പല ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ന്യൂട്രൽ കളറുകൾ, എല്ലാ സ്ഥലങ്ങളിലും ഈ സ്യൂട്ടബിൾ ആവുന്ന ന്യൂട്രൽ കളറുകൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് ചെയറുകൾ എന്ന് പറഞ്ഞാൽ വെറും ഇരിക്കാനുള്ളൊരു സ്ഥലം മാത്രമല്ല, അത് നമ്മളുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഐഡൻറ്റിറ്റി, അതുപോലെ ആംബിയൻസിനും ഒക്കെ ഐഡൻറ്റിറ്റിയുടെയും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിക്കും ഒരു ആംബിയൻസും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ നമ്മൾ കളർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഡെക്കറേഷനുകളൊന്നും ഇല്ലാതെ തന്നെ, നല്ല ചെയറുകൾ തിരഞ്ഞെടുത്താൽ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ഒരു ഹാളിന് ഒരു പ്രീമിയം ലുക്ക് കിട്ടും. Okay friends, thank you very much.